കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി താലൂക്കിൽ മുഴക്കുന്ന് ഗ്രാമപഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ഭഗവതി ക്ഷേത്രമാണ് മുഴക്കുന്ന് മൃദംഗശൈലേശ്വരി ക്ഷേത്രം. മലബാറിലെ പ്രധാനപ്പെട്ട ഭഗവതി ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. ജഗദീശ്വരിയായ ആദിപരാശക്തിയാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. കേരളവർമ്മ പഴശ്ശിരാജയുടെ കുടുംബക്ഷേത്രമായിരുന്നു ഇത്. പഴശ്ശി യുദ്ധത്തിനു പോകും മുൻപ് ഇവിടെ അടുത്തുണ്ടായിരുന്ന ഗുഹാക്ഷേത്രത്തിൽ ശ്രീ പോർക്കലിക്ക് ഗുരുതി പൂജ നടത്തിയിരുന്നതായി വിശ്വസിക്കപ്പെടുന്നു. ക്ഷേത്ര സമീപത്തായി തന്നെ പഴശ്ശി രാജാവിന്റെ ഒരു പൂർണ്ണകായ പ്രതിമയും സ്ഥാപിച്ചിട്ടുണ്ട്. പരശുരാമനാൽ പ്രതിഷ്ഠിതമായ 108 ദുർഗാക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. കലാവാസനകളുടെ വളർച്ചയ്ക്കും വിദ്യാഭ്യാസ ഉന്നതിക്കും ദുരിതശാന്തിക്കും പ്രതിസന്ധികളുടെ അതിജീവനത്തിനും ഈ ക്ഷേത്ര ദർശനം ഉത്തമമെന്ന് ഭക്തർ വിശ്വസിക്കുന്നു. വിജയദശമി നാളിൽ ഇവിടെ വിദ്യാരംഭം നടത്തുന്നത് ഉത്തമമാണെന്ന് വിശ്വസിക്കുന്നവരും ധാരാളമാണ്. അതിനാൽ തന്നെ ദൂരദേശങ്ങളിൽ നിന്നടക്കം ധാരാളം കുട്ടികളാണ് ഈ ക്ഷേത്രത്തിൽ വിദ്യാരംഭം നടത്താൻ എത്തിച്ചേരുന്നത്. 2016 ഈ ക്ഷേത്രം വൻ ജനശ്രദ്ധ നേടിയിരുന്നു. മുൻ IPS ഉദ്യോഗസ്ഥൻ അലക്സാണ്ടർ ജേക്കബ് വെളിപ്പെടുത്തിയ 3 സംഭവ കഥകളായിരുന്നു അതിനാധാരം. അതേ തുടർന്ന് ക്ഷേത്രത്തിലേക്കുള്ള ഭക്തജനങ്ങളുടെ വരവ് വർദ്ധിച്ചു. മീനമാസത്തിലെ ഉത്രം നാളിൽ ആറാട്ടായി വരുന്ന 10 ദിവസത്തെ ഉത്സവവും ഇതിനിടയിൽ വരുന്ന പൂരമഹോത്സവവുമാണ് ക്ഷേത്രത്തിലെ പ്രധാന ആഘോഷങ്ങൾ. കൂടാതെ ആശ്വിന മാസത്തിൽ വരുന്ന നവരാത്രി, വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തിക തുടങ്ങിയ ദിവസങ്ങളും അതിവിശേഷമായി ആചരിച്ചു വരുന്നു. ചൊവ്വ, വെള്ളി, പൗർണമി, അമാവാസി ദിവസങ്ങളും കാർത്തിക നാളും ഇവിടെ അതിപ്രധാനമാണ്. മലബാർ ദേവസ്വം ബോർഡിന് കീഴിലാണ് ഈ മഹാക്ഷേത്രം. നിസ്വാർത്ഥമായ ഭക്തിയോടുകൂടി നിത്യമെന്നേന ക്ഷേത്രത്തിലെത്തി നെയ്വിളക്കേന്തി ദേവിക്ക് മുന്നിൽ നിന്ന് മനമുരുകി പ്രാർത്ഥിച്ചാൽ ഏത് അസാധ്യ കാര്യവും സാധിച്ചു കൊടുക്കുന്ന ക്ഷിപ്രപ്രസാദിനിയായ ശത്രുസംഹാര രൂപിണിയായ മഹാദേവിയാണ് ശ്രീ മൃദംഗശൈലേശ്വരി ദേവി. വാദ്യങ്ങളുടെ മാതാവായും ദേവവാദ്യമായും അറിയപ്പെടുന്ന മൃദംഗം അഥവാ മിഴാവ് ദേവലോകത്തു നിന്നും പിറന്നു വീണ ശൈലമത്രേ മൃദംഗശൈലം. മൃദംഗ രൂപത്തിൽ മഹാദേവി സ്വയംഭൂവായി ഉയർന്നു വന്നെന്നും ആ ചൈതന്യത്തെ ആവാഹിച്ച് പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയെന്നും സംഗീതരൂപിണിയായ ദേവിയുടെ നാദം മുഴങ്ങുന്ന കുന്നായതിനാൽ ഈ പ്രദേശം മുഴങ്ങിയ കുന്ന എന്നും അത് ലോപിച്ച് മുഴക്കുന്ന എന്നും പറയപ്പെടുന്നു. മൃദംഗശൈലം എന്ന വാക്കിന്റെ മലയാള പദം മിഴാവ് കുന്ന് എന്നാണ്. മിഴാവ് കുന്ന് ലോപിച്ച് മുഴക്കുന്ന എന്നും വിശ്വസിക്കപ്പെടുന്നു. ശ്രീകോവിലിന്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് വാതിൽമാടത്തിലാണ് ദേവി മിഴാവ് രൂപത്തിൽ സ്വയംഭൂവായ സ്ഥാനം. ശ്രീ മൃദംഗശൈലേശ്വരി ക്ഷേത്രത്തിന് കഥകളിയുടെ ചരിത്രവുമായി അഭേദ്യമായ ബന്ധമാണുള്ളത്. കോട്ടയത്ത് തമ്പുരാൻ കഥകളിയുടെ സ്ത്രീവേഷം ചിട്ടപ്പെടുത്തിയതും ഇന്നും കഥകളി ആരംഭിക്കുമ്പോൾ ചൊല്ലുന്ന വന്ദന ശ്ലോകമുണ്ടായതും ഈ ക്ഷേത്രത്തിലെ ഐതിഹ്യവുമായി ബന്ധപ്പെട്ടാണ്. എത്ര ശ്രമിച്ചിട്ടും കഥകളിയിലെ സ്ത്രീവേഷരൂപം എങ്ങനെ വേഷവിധാനം ചെയ്യണമെന്ന് തമ്പുരാന് മനസ്സിൽ തെളിഞ്ഞു വന്നില്ല. തുടർന്ന് ക്ഷേത്ര തീർത്ഥകുളത്തിനടുത്തെ അരയാൽ തറയിൽ മൃദംഗശൈലേശ്വരി ദേവിയെ ധ്യാനിച്ചിരുന്ന തമ്പുരാന് കഥകളിയിലെ സ്ത്രീവേഷരൂപത്തിൽ തന്നെ ദേവി തീർത്ഥകുളത്തിന് നടുവിൽ ദർശനം നൽകി. തമ്പുരാൻ ദേവി ദർശനത്തിൽ കണ്ട സ്ത്രീവേഷ രൂപമാണ് ഇന്നും കഥകളിയിൽ അണിഞ്ഞു വരുന്നത്.
പക്ഷേ മൃദംഗശൈലേശ്വരി ദേവി കഥകളിയിലെ സ്ത്രീവേഷ രൂപദർശനം തമ്പുരാന് അരഭാഗത്തിനു മുകളിൽ കാണത്തക്ക വിധം മാത്രമേ നൽകിയുള്ളൂ. അതാണ് ഇന്നും കഥകളിയിലെ സ്ത്രീവേഷ രൂപം അരഭാഗത്തിന് താഴെ വെള്ളയായി കാണുന്നത്. ഇന്നും ലോകത്തെവിടെയും കഥകളി ആരംഭിക്കുമ്പോൾ മൃദംഗശൈലേശ്വരിയെ പ്രകീർത്തിച്ച ശ്ലോകം ചൊല്ലിയേ തുടങ്ങാറുള്ളൂ. കേരളവർമ്മ പഴശ്ശിരാജയുടെ കുലദേവതയായ ശ്രീ പോർക്കലി എന്നു പുകൾപെറ്റ മൃദംഗശൈലേശ്വരി ദേവി സരസ്വതിയായും ലക്ഷ്മിയായും കാളിയായും ഭിന്നഭാവങ്ങളിൽ കുടികൊള്ളുന്നു. നാം ഏതു ഭാവത്തിൽ പ്രാർത്ഥിക്കുന്നുവോ ആ ഭാവത്തിൽ നമ്മിൽ പ്രസാദിക്കുമെന്ന് സാരം.